നമസ്കാരം. ഇപ്പം ചക്ക സീസണൊക്കെ വന്നല്ലേ, അപ്പോൾ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ കൂടെ നല്ല ഉണക്കമീനും ചേർത്ത് ഒരു 2-3 മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് നല്ല നാടൻ രീതിയിൽ ചക്കക്കുരു ഉണക്കമീൻ തോരനങ്ങ് ഉണ്ടാക്കിയാലോ? എന്നാ വായോ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഉണക്കമീൻ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ടേ. ചാളയാണ് ഇവിടെ എടുത്തേക്കുന്നത്. കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളഞ്ഞ് അതിൽ നിന്ന് മുള്ളെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. മുള്ളോട് കൂടി മീൻ ഇടാം, പക്ഷേ ഇവിടെ മുള്ള് മാറ്റിയിട്ടാണ് ഇടുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാവേ. ചക്കക്കുരു അരിഞ്ഞത് 3-3.5 കപ്പ് എടുത്തിട്ടുണ്ടേ. ഇനി നമ്മുടെ തോരന് ആവശ്യമായ അരപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വറ്റൽമുളക് 5 എണ്ണം. ഇവിടെ വറ്റൽമുളകിന് പകരം മുളക് പൊടിയോ കാന്താരിയോ പച്ചമുളകോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ചെറിയ കളറിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ 1.25 കപ്പ്, ചെറിയ ഉള്ളി 15 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, 4 മുരിങ്ങയ്ക്ക കൂടി എടുത്തിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക നമ്മൾ കഷ്ണങ്ങളായിട്ടല്ല ഉപയോഗിക്കുന്നത്. ആ മുരിങ്ങയ്ക്ക് 2ആയിട്ട് കീറി അതിൻ്റെ അകത്തുള്ള കാമ്പ് എടുത്തിട്ടാണ് നമ്മളിവിടെ തോരന് ഉപയോഗിക്കുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം മുരിങ്ങയ്ക്ക ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ മുരിങ്ങയ്ക്ക എടുത്ത് ഒരു സ്പൂൺ അതിൽ വെച്ച് നല്ലപോലെ പുറകോട്ട് വലിച്ചെടുക്കുമ്പോൾ ആ മുരിങ്ങയ്ക്കകത്ത് ഇരിക്കുന്ന കാമ്പ് നമുക്ക് നല്ലപോലെ കിട്ടും. കൈ മുറിയാതിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുരിങ്ങയ്ക്കയുടെ കാമ്പ് ഇതുപോലെ എടുത്ത് നമ്മൾ തോരന് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ആ തോരന് കിട്ടുവേ. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, പ്രായമായവർക്കായാലും കുഞ്ഞു പിള്ളേർക്കായാലും ഇതുപോലെ മുരിങ്ങയ്ക്കയുടെ കാമ്പ് ചേർത്ത് ആ തോരൻ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ എളുപ്പമായിട്ട് പറ്റും. ഇനി മുരിങ്ങയ്ക്ക കഷ്ണമാക്കി ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. മുരിങ്ങയ്ക്ക കഴിക്കാൻ മടിയുള്ള പിള്ളേരെ നമുക്കതാ ഇങ്ങനെ കൊടുത്ത് പറ്റിക്കാം. മുരിങ്ങയ്ക്കാകുമ്പോൾ ഒരു 2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലോട്ട് നമ്മുടെ ചക്കക്കുരു ഒക്കെ ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 പച്ചമുളക് കീറിയത് കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ യോജിപ്പിച്ച് ചേർത്ത് നമുക്കിനി തീ ഓൺ ചെയ്ത് ഒരു അടപ്പ് വെച്ച് അടച്ച് ചക്കക്കുരു വേവിച്ചെടുക്കാം. നമ്മുടെ തോരന് ആവശ്യമായ അരയ്ക്കുന്ന കൂട്ടിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് തോരന് ആവശ്യമായ അരപ്പ് നമുക്ക് ആ കല്ലിൽ അരച്ചെടുക്കാം. ആദ്യം തന്നെ വറ്റൽമുളക് ചേർത്ത് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതിന് മുകളിലോട്ട് നമ്മുടെ പകുതി തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം. ഇനി ബാക്കിയുള്ള തേങ്ങയും കൊച്ചുള്ളിയും എടുത്ത് നല്ലപോലെ അരച്ച് കൂട്ടിലോട്ട് ചേർക്കണം. അവസാനമായിട്ട് ബാക്കിയിരിക്കുന്ന കൊച്ചുള്ളിയും കറിവേപ്പിലയും എടുത്ത് കൊച്ചുള്ളി നല്ലപോലെ ചതച്ചെടുത്ത് നമ്മുടെ അരപ്പിലോട്ട് ചേർത്ത് അരപ്പ് നമുക്കിങ്ങ് പാത്രത്തിലോട്ട് മാറ്റാം. അരകല്ലില്ലാത്തവർ ഇതെല്ലാം മിക്സിയിൽ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ അരയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതിൻ്റെ ഒരു സ്വാദ് വേറെയല്ലേ. അരപ്പ് റെഡിയാകുമ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരുക്കെ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച് ഉണക്കമീൻ ഈ ചക്കക്കുരിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഉണക്കമീൻ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിൽ ഇട്ടേക്കാമേ. ഉണക്കമീൻ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി കുറച്ച് പച്ച മാങ്ങയും കൂടെ ചേർക്കുന്നുണ്ടേ. ചക്കക്കുരിൻ്റെ കൂടെയും മീനിൻ്റെ കൂടെയും മുരിങ്ങയ്ക്കയുടെ കൂടെയും ഈ പച്ചമാങ്ങ ഇടുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ കൂട്ടാനൊരു പ്രത്യേക സ്വാദ് കിട്ടും. ഇനി നമ്മുടെ ചക്കക്കുരു എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് കൂന പോലെ കൂട്ടി അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു പാത്രം വെച്ച് അടച്ച് ബാക്കിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അവിടെയൊക്കെ എങ്ങനെ ഈ ചക്കക്കുരു സൂക്ഷിക്കുന്നത്? എൻ്റെ അമ്മ പറഞ്ഞിരുന്നത് പണ്ട് അവരുടെ വീട്ടിൽ മൺകലത്തിൽ മണൽ വിരിച്ച് അതിലോട്ട് ചക്കക്കുരു വെച്ച് പുല്ലാഞ്ഞിയിൽ വിരിച്ച് ഒരു ചട്ടി കൊണ്ട് അടച്ച് സൂക്ഷിച്ച് വെക്കും. 1 വർഷത്തോളം ഇത് കേടാവാതെ അന്ന് ഇരിക്കുമായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുല്ലാഞ്ഞിയിലെ കണ്ടിട്ട് പോലുമില്ല. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ചക്കക്കുരുവിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് പോയതിന് ശേഷം നല്ലൊരു പ്ലാസ്റ്റിക് കവറിലോട്ടിട്ട് നല്ലപോലെ ഇറുക്കി കെട്ടി വെക്കും. എന്നിട്ട് ആ കവർ തറയിൽ സൂക്ഷിച്ച് വെക്കും. അവിടെ എങ്ങനെ ചക്കക്കുരു സൂക്ഷിക്കുന്നേ? നമ്മൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുവേ. ഉണക്കമീൻ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എടുത്തു വെച്ച് മുരിങ്ങയ്ക്ക കാമ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ ഉപ്പ് ഇപ്പോഴേ ഇടുന്നില്ല. ഉണക്കമീൻ്റെ ഉപ്പ് ആ ചക്കക്കുരുവിലൊക്കെ പിടിക്കും. അതിന് കുറച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ടാണ് ഉപ്പിടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പ് ഒന്നും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് നീരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ തേങ്ങ അരച്ചതും ഉപ്പും എല്ലാം നല്ലപോലെ മിക്സ് ആവുന്ന രീതിയിൽ യോജിപ്പിച്ച് ചേർക്കണം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പും മുരിങ്ങയ്ക്ക കാമ്പും ഒന്ന് വേവുന്ന വരെ വെക്കണം.
നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഇപ്പം കേട്ടോ. ആ ചക്കക്കുരുൻ്റെയും മുരിങ്ങയ്ക്കയുടെയും ഉണക്കമീൻ്റെയും നല്ല വെന്തൊരു മണം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്യാം. പകരം കടുക് പൊട്ടിച്ചും താളിച്ചൊഴിക്കാം കേട്ടോ. എല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്കായാലും പ്രായമായവർക്കായാലും കഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ചക്കക്കുരു കിട്ടുമ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയ്ക്ക ഉണക്കമീൻ തോരൻ റെഡിയായി. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ അതിനെ അറിയിക്കണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂട്ടണേ. മറ്റൊരു നാടൻ വിഭവമായി വീണ്ടും കാണാം. ബൈ.